ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന തക്കാളിക്കറിയുടെ റെസിപ്പി ആയാലോ ഇന്ന്. അപ്പോൾ എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത്. ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് തക്കാളി വേവിച്ചെടുക്കണം. തക്കാളിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, ഞാൻ 1 ടീസ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് വെള്ളം എന്നിവ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ചെടുക്കണം. തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് നാളികേരം ചിരണ്ടിയതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, 1/4 കപ്പ് തൈര്, കുറച്ച് വെള്ളം എന്നിവ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതേ പരുവത്തിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളയ്ക്കാനായിട്ട് വെക്കുക. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.